തന്നെ നമുക്ക് കുറച്ച് വിഷ്വൽസ് കാണാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. ആദ്യം നമുക്ക് കാണാം എന്നിട്ട് ബാക്കി സംസാരിക്കാം. തൊപ്പി എന്റെ നല്ല ഫ്രണ്ടാണ്. അതിൽ കൂടുതൽ വേറൊരു ഇതോ അതൊന്നും ഇല്ല. നോട്ട് ദ പോയിന്റ്. തൊപ്പി എന്റെ നല്ലൊരു ഫ്രണ്ടാണ് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞത് നിങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് കേട്ടിട്ടുണ്ടാവും വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്ത വിഷ്വൽ തൊപ്പിയുടെ ലൈവിൽ നിന്ന് ചേച്ചിനെ വലിച്ചു കയറും. എനിക്കത് പ്രശ്നമില്ല. എനിക്ക് അവനെ ഭയങ്കര ഇഷ്ടമാണ്. അവൻ വലിച്ചു അതാണ് തൊപ്പിയുടെ ലൈവില് ഇന്ന് വലിച്ചു കീറുമെന്ന് പറഞ്ഞു. വലിച്ചു കീറിയാലും പ്രശ്നമൊന്നുമില്ല, നമുക്ക് ചാനൽ റീച്ച് കിട്ടിയാൽ മതിയില്ലേ അല്ലേ? അതാണ് മെയിൻ സംഭവം. നമ്മളെ വലിച്ചു കീറിയ അവരെന്തൊക്കെ പറഞ്ഞതൊന്നും കാര്യമല്ല. ഇങ്ങനെ കുറെ എണ്ണമുണ്ട്. എനിക്കൊരു പ്രശ്നമില്ല. അപ്പൊ ഈ ഒരു റിയാക്ഷൻ ഇത് ഞാൻ എന്ത് പറഞ്ഞപ്പെട്ട ഒരു റിയാക്ഷൻ ആണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഏത് റിയാക്ഷൻ? ഈ ഒരു റിയാക്ഷൻ കണ്ടല്ലോ, അത് ആ റിയാക്ഷൻ. അത് എന്തെങ്കിലും റിയാക്ഷൻ നമുക്ക് നോക്കാം. എനിക്കൊരു പ്രശ്നമില്ല. ഇപ്പം നമ്മുടെ ആസിഫിക്ക വേറൊരു ഇത് നടന്ന ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ. ഇപ്പൊ പറയണില്ല. അപ്പൊ ഈ ക്ലിപ്സ് ഒക്കെ വെച്ചിട്ടൊരു നാടകം ഉണ്ട്. നമുക്കിനി ആ ഒരു നാടകം ഒന്ന് കാണാം. നമുക്കിനി നാടകം ഒന്ന് കാണാം. ബെല്ലടി ബെല്ലടി നാടകം തുടങ്ങട്ടെ. ഓ, തൊപ്പി നിനക്ക് ഇഷ്ടമല്ലേ ചോദിച്ചിട്ട് ഏത് മറ്റേ ആദ്യം കാണിച്ച ആ വീഡിയോയുടെ ഏത് ഈ റിയാക്ഷൻ ഉണ്ടല്ലോ, ഇങ്ങനെ കുഞ്ഞിരിക്കുന്ന ആ റിയാക്ഷൻ, അതെടുത്ത് ഇവിടെ കൊടുത്തു. ഓ, പ്രൊമോ. ചാനൽ റീച്ച് കിട്ടണ്ടേ? ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ. എന്തോന്ന് ഇത്? അതെല്ലാരും കണ്ട അന്ന് ലൈവ് ഇരുന്ന് തൊപ്പി പറഞ്ഞ കാര്യങ്ങളൊക്കെ. പ്രാങ്ക് ആണ്, ചാറ്റ് പറഞ്ഞിട്ടാ ചെയ്തെന്നൊക്കെ എല്ലാരും കണ്ട കാര്യങ്ങളാണ്. വീണ്ടും അതും കുത്തിപ്പിട്ടുകൊണ്ട് ഇത്രയും നമ്മൾ കുറച്ച് ഷാജഹാനായി. ഇപ്പൊ നമ്മൾ അടുത്ത ഒരു ദിയ സനയോ എന്താണോ എന്ത് കമന്റ് കൂട്ടാനുള്ള പരിപാടി ആയിട്ടുണ്ട്. തൊപ്പിയും മെഹറും ഒരുമിക്കാൻ കമന്റ് ചെയ്യണമെന്ന് പോലും. ഇതൊക്കെ എന്തോ പല്ല് രണ്ടുപേരും ജീവിതം എടുത്തിട്ടാണ് കളിക്കുന്നത്. വേറെ എന്തൊക്കെ കാര്യങ്ങൾ പറയാൻ കിടക്കുന്നു. ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒന്നുമല്ല ഔട്ടായിട്ട് വന്നിട്ടുള്ളത്. ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് കാര്യങ്ങൾ, കഥകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ടുണ്ട്. അപ്പൊ ചോറിനെ കുറച്ച് ആൾക്കാർക്കെങ്കിലും ഞാൻ എന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലായിട്ടുണ്ടാവും. കഥകൾ മാറ്റിയാ പറഞ്ഞിരിക്കുന്നത്. ശരിയാ. മെഹർ നമുക്കറിയാം. മെഹർ കഴിഞ്ഞ ഇപ്പൊ ഷാജഹാനായിട്ടുള്ള ഇഷ്യൂ ആണെങ്കിലും അത് കഴിഞ്ഞിപ്പോ ഈ ദിയ സന ആയിട്ടുള്ള പ്രശ്നമാണെങ്കിലും എല്ലാത്തിനകത്തും പുള്ളിക്കാർ ഭയങ്കര ഡിസ്കംഫേർട്ടാണ്, അല്ലെങ്കിൽ അൺകംഫേർട്ടാണെന്നാണ് ഇപ്പൊ നമുക്ക് പറയാം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പുള്ളിക്കാർക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ അവരോട് ചോദിക്കുന്ന, അവരുടെ റീച്ചിന് വേണ്ടിയിട്ട് നമ്മുടെ മെഹറിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യുക, അവർ റീച്ച് വിടാൻ വേണ്ടി ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുക. റീച്ച് കിട്ടണമെന്നും പറഞ്ഞ് എന്ത് തിണ്ടത്തിലും കാണിക്കുന്ന കുറേ എണ്ണമുണ്ട്. സമ്മതിക്കണം. ഇതൊക്കെ എന്ത് തൊലിക്കട്ടിയാണെന്ന് ഞാൻ ഈ ആലോചിക്കുന്നത്.